ഇത്രയും നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അൻസിബയ്ക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് വന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പലരും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് ടിനി ടോമും അതോടെ തന്നെ ലക്ഷ്മി പ്രിയയാണ്. ലക്ഷ്മി പ്രിയ ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തി. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറേ നേരം ഇരുത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ടിനി ടോമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടിനി ടോം ഉണ്ടെങ്കിൽ അൻസിബയെക്കുറിച്ച് മോശമുള്ള കാര്യങ്ങളായിരുന്നു ആ അമ്മ സംഘടനയിൽ പറഞ്ഞു നടന്നുകൊണ്ടേയിരുന്നു. പല ആക്ടേഴ്സുമായിട്ട് അങ്ങനെ ബന്ധമുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വെളിയിൽ വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് കണക്ക് ഈ അൻസിബ ജിഹാദിയാണ്, അതോടെ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ മതം മാറ്റാൻ ശ്രമിക്കുന്നത് അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് ടിനി ടോമിനെതിരെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ടിനി ടോം ഉണ്ടെങ്കിൽ അതിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അൻസിബ ഉണ്ടെങ്കിൽ ഇതിനി വെറുതെ വിട്ടാൽ ശരിയാവത്തില്ലെന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ടിനി ടോമിനെതിരെ കേസ് എടുക്കണമെന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് നടന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. അതേ സമയത്ത് തന്നെ അമ്മ സംഘടനയിലും ഉണ്ടെങ്കിൽ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ നടപടി എടുക്കണമെന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ആ സമയത്ത് അവിടെ ഉള്ളവർ ഒന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ലായിരുന്നു. ഇത് കണക്ക് മീഡിയക്കാരൊക്കെ ചോദിച്ച സമയത്തുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അമ്മയിലുള്ള പ്രശ്നമാണ്, അമ്മക്കാര്യം തന്നെ അത് തീർത്തോളൂ, അതോടെ തന്നെ ഇതൊന്നും വലിയ ഇഷ്യൂ അല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയയ്ക്ക് ഉണ്ടെങ്കിൽ പിന്നെ പണി കിട്ടി അതിൽ നിന്ന് രാജിവെക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൻസിബി അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ടിനി ടോമിനെതിരെയുള്ള കേസുണ്ടെങ്കിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് കണക്കുണ്ടെങ്കിൽ അൻസിബ വേണ്ടാത്ത കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ഇത് കണക്ക് ജിഹാദി എന്നുള്ള പേര് വിളിക്കുക അതൊന്നും ശരിയല്ല, അതിനെതിരെ ഉണ്ടെങ്കിൽ കേസ് എടുക്കണമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിധി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ മീഡിയക്കാരെല്ലാം ടിനി ടോമിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുവാണ് പറയാനുള്ളത്, കേസ് എടുക്കാൻ തീരുമാനിച്ചല്ലോ, എന്തെങ്കിലും പറയണമെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് ടിനി ടോം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമയത്തുണ്ടെങ്കിൽ ടിനി ടോമിന് കാര്യം മനസ്സിലായി പണി കിട്ടിയെന്നുള്ളത്. തീർച്ചയായിട്ടും ഇനിയുണ്ടെങ്കിൽ അതിനെതിരെ കേസ് വന്നിരിക്കും. ടിനി ടോം തീർച്ചയായിട്ടും ഇതുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടുകയും ചെയ്യും.